ഓണസദ്യയിലെ 4 വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം വളരെ പെട്ടെന്ന് നമുക്ക് സദ്യ ഒരുക്കാൻ പറ്റും. ആദ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ചൂടായ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ഉണക്കമുളക്, സവോള, പിന്നെ ചെറിയ ഉള്ളി ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി തലേ ദിവസം തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തത് മസാലപ്പൊടികളാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ സാമ്പാർ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പരിപ്പാണ്. പരിപ്പ് ഞാൻ തലേ ദിവസം തന്നെ പരിപ്പും ഒരു പൊട്ടറ്റവും കൂടി വേവിച്ച് വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിൽ നിന്ന് പരിപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തായിരുന്നു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, മുരിങ്ങാക്കോല്, തക്കാളി, പിന്നെ ഒരു പീസ് മത്തൻ, നമ്മുടെ കയ്യിലുള്ള ഇതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി വേണ്ടത് കായാണ്. ഞാനിവിടെ LGയുടെ കട്ടക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഡയറക്റ്റായി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതാണ്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, പരിപ്പിൻ്റെ കൂടെ വേവിച്ചത്, അത് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനം വേണ്ടത് ഒരു 2 പച്ചമുളകാണ്. ഇത് അവസാനമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മൂടി വെക്കാം. ഇനി നമ്മൾ വിളമ്പുന്ന സമയമാകുമ്പോഴാണ് ഇത് തുറക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അവസാനം ഈ പച്ചമുളകും നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ ആ സദ്യയിലൊക്കെ വിളമ്പുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ സാമ്പാർ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് കൂട്ടുകറിയാണ്. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ കടല കുതിർത്ത് വേവിച്ചിട്ട് വെച്ചിരുന്നു. ഇനി ഒരു പാനിലേക്ക് ഈ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബാക്കി വെജിറ്റബിൾസ് ഞാനിവിടെ മത്തൻ, വെള്ളരി, 1 പീസ് ചേന അത്രയും ചേർത്തിരുന്നു. പിന്നെ ഓണത്തിന് തലേ ദിവസം തന്നെ തേങ്ങ ചിരവി വെച്ചാൽ നമ്മളുടെ ജോലി പകുതിയും എളുപ്പമാവും. 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു 10 തേങ്ങ ഇതുപോലെ ചിരവിയെടുക്കാനുള്ള ടിപ്പ് ഞാൻ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അത് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് എല്ലാ തേങ്ങയും ഒരുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് വറുക്കാനെല്ലാം വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ്, ജീരകം, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് തേങ്ങയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. പകുതി വറവ് ആകുമ്പം കുറച്ചിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇതാണ് നമ്മൾ അരക്കാനായിട്ടുള്ളത്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഇത് അരച്ച് കൊണ്ടുവരാം. ബാക്കിയുള്ള തേങ്ങയുണ്ടല്ലോ, ഇത് നന്നായി തന്നെ നമ്മൾ വറുത്ത് വെക്കണം. നല്ല ബ്രൗൺ കളറിൽ വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചേന വേവുന്നതാണ് കേട്ടോ കണക്ക്. ആ സമയത്ത് ബാക്കിയുള്ളതൊക്കെ വെന്ത് കാണും. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇതിലുള്ള അധികമുള്ള വെള്ളം ഒന്ന് വറ്റിക്കണം. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സദ്യ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഓണത്തിന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, കറിവേപ്പില, സവോള, വെളുത്തുള്ളി ഇത്രയും ചെറുതായി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നാലേ ആ വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പ് മാറുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് മൂടി വെച്ചൊന്ന് വേവിക്കണം. വെണ്ടയ്ക്ക നന്നായി വഴറ്റിയതിന് ശേഷം വേണം ഇതുപോലെ മൂടി വെച്ച് വേവിക്കാൻ. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഉണക്കമുളകും 2 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കാനായി ഞാൻ 3 ലിറ്റർ പാലിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 2 ലിറ്റർ പാല് തിളപ്പിക്കാനായി വെക്കുന്നുണ്ട്. പാക്കറ്റ് അടയാന്ന് ഉണ്ടാക്കുന്ന അരി അടയുടെ പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. അരി അട തന്നെ വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. മൈദ അട അത്ര നല്ലതല്ല.
അരിയട കൊണ്ടുണ്ടാക്കിയാൽ പായസം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അഥവാ അട വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരിലയിൽ ഒഴിച്ച് തിളക്കുന്ന വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ട് മുറിച്ചാൽ മതി. ഇപ്പോൾ പാല് തിളക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അട മാറ്റി വെച്ച് ബാക്കി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാറ്റി വെച്ച അട നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ലിറ്റർ പാലിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അട നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി തന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു 35 മിനിറ്റ് സമയം ഇത് ഇളക്കി ബാക്കിയുള്ള 1 ലിറ്റർ പാൽ കൂടി ചേർത്ത് ഈ അട വേവിച്ചെടുത്താണ്. ഇപ്പോൾ ഇതാ അടയൊക്കെ നന്നായി വെന്ത് പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കാം. ആ അട നമ്മൾ പൊടിച്ച് ചേർക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. നല്ല കട്ടിയോട് നല്ല കുറുകിയിരിക്കാൻ വേണ്ടി അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു.